9ാം വയസ്സിൽ സ്വന്തം സോപ്പ് കമ്പനി തുടങ്ങി മാസം 40,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥിയുണ്ട് ദുബായിൽ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയാണ് ഇദ്ദേഹത്തിന്റെ റോൾ മോഡൽ. എറണാകുളം സ്വദേശിയായ ആ കൊച്ചു മുതലാളിയെ പരിചയപ്പെടാം. ഇപ്പോൾ പ്രോഫിറ്റിലാണോ ബിസിനസ്? പ്രോഫിറ്റിലാണ് ഇപ്പോൾ. 40,000 മറ്റേ ഇന്ത്യൻ മണി അവൻ ഏൺ ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ ഇസാന്റെ മോഡൽ ആരാ? യൂസഫ് അലി, ഫൗണ്ടർ ഓഫ് ലുലു. യൂസഫ് അലിക്കാനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നോ. കാണാൻ ആഗ്രഹമുണ്ടോ? എനിക്കുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. മീഡിയ വൺ മബ്രൂക്ക് പ്ലസിൻ്റെ സ്റ്റാളുകളിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഒരു സ്റ്റാളുണ്ട്. ഇസാസ് സോപ്പ് ഹൗസ് എന്നാണ് പേര്. എത്ര കാലമായി ഇപ്പോൾ സോപ്പ് നിർമ്മാണം തുടങ്ങിയിട്ട്? 3 years ആയി. മോർ ദാൻ 3 years. ഇത് ഈ സോപ്പിൻ്റെ പ്രത്യേകത എന്താ? ഈ സോപ്പ് ശരിക്കും മാർക്കറ്റിലെ സോപ്പൊക്കെ നല്ല ബാഡ് കെമിക്കൽസ് ഒക്കെ ഉള്ളതാണ്, സ്കിന്നിൻ്റെ ഹാം ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇതിൽ 100% നാച്ചുറൽ തിങ്സ് ഒക്കെയാണ് യൂസ് ആക്കുന്നത്. ഇതിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, വിറ്റമിൻ ഇ അതൊക്കെ ഉള്ള സോപ്സ് ഒക്കെയാണ് ഇത്. ഇതിപ്പോൾ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഈ സോപ്പ് എവിടെ വെച്ചിട്ടാണ് വിൽക്കുന്നത്? ഇത് ഞാൻ കുറേ ഇങ്ങനെ ഇവന്റിലേക്ക് വെക്കണുള്ളത്, ഇങ്ങനെ പോപ്പ് മാർക്കറ്റ് അങ്ങനെയൊക്കെ വെക്കണുള്ളതാണ്. ഞാൻ എവരി സാറ്റർഡേ ആസസ് മാൾ ദുബായിൽ ഉണ്ടാവും ഫ്രം 4 to 9. അതല്ലാണ്ട് ഞാൻ കുറേ ഇവന്റിലേക്ക് വെക്കുന്നുണ്ട്. ഞാനിത് ഓൺലൈനിൽ വെക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും വെക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ കമ്പനിക്ക് ആരാ പേരിട്ടത്? ഞാൻ തന്നെ പേരിട്ട് ഇസാ സോപ്പ് ഹൗസ്. ഇസാ പേരെന്താണ്? ഈ കമ്പനിയുടെ മുതലാളിയുടെ പേരെന്താ? മുതലാളി എന്താ? മുതലാളി ഇസാൻ, അതാണ് എൻ്റെ പേര്. അപ്പോൾ എങ്ങനെ ഇതിൽ ലാഭമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ പ്രോഫിറ്റിലാണോ ബിസിനസ്? പ്രോഫിറ്റിലാണ് ഇപ്പം. എത്ര തരം സോപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ എവറി വീക്കിനാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു സോപ്പ് 3 to 4 hours എടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ 10-20 അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എഫിഷ്യൻസിക്ക് വേണ്ടി. ഇപ്പോൾ ഈ 3 വർഷമാക്കി ഉണ്ടാക്കിയിട്ടുള്ള കാശൊക്കെ എന്താ ചെയ്തത്? ഞാനതിങ്ങനെ ബുക്സൊക്കെ ടോയ്സൊക്കെ ഇച്ചിരി കാശൊക്കെ സ്പെൻഡ് ആക്കി. പക്ഷേ മോസ്റ്റ് ടൈം ഞാൻ ഈ ബിസിനസ്സിക്ക് ഇൻവെസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ആക്കുന്നത്. ഇതിലെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്താവോ? ഇതിന്റെ പുതിയ സോപ്പ് ഞാൻ ഉണ്ടാക്കിയുള്ളത് ഇത് ബീട്രൂട്ട് സോപ്പാണ്. അത് ഈ ബീട്രൂട്ട് ശരിക്കും ഈ സ്കിന്നിന് മോയ്സ്ചറൈസ് ഒക്കെ ആക്കണുള്ളത്, ഈ സ്കിന്നിന് ഇങ്ങനെ നന്നായിട്ട് ഇതാവണുള്ളതാണ്. നല്ലതുമാണ് സ്കിന്നിന് വേണ്ടി, ഹെൽത്തുക്കും. അതാണ് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്. അതാണ് ലേറ്റസ്റ്റ് പ്രോഡക്റ്റും. പിന്നെ അതല്ലാണ്ട് ഈ ഹാലോവീൻ തീം ഉണ്ട്. ഹാലോവീൻ ഇപ്പോൾ ആവാൻ പോണാണല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഗിഫ്റ്റാണ് കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ മോൺസ്റ്റർ, സ്കൾ അങ്ങനെയൊക്കെ ഉള്ള സോപ്സ് ഒക്കെ ഉണ്ട്. ഇതെന്താ ലഡും ജിലേബിയൊക്കെ പോലുള്ള? ഇത് ഞാൻ ദീപാവലി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയുള്ളതാ. ഇത് ഒരു പീസ് 5 dirhams ആണ് ഞാൻ ഇവിടെ വെക്കണത്. ഇത് ശരിക്കും ഇത് ഇങ്ങനെ ദിവാലി അല്ലാണ്ട് ഇങ്ങനെ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഐഡിയ ഗിഫ്റ്റാണ്. എല്ലാ ആഴ്ചയിലും ഉണ്ടാകും. വീക്കെൻഡിലാണ് നമ്മൾ പോകുന്നത്. അല്ലാത്ത ദിവസം ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോപ്പപ്പ് മാർക്കറ്റും ഒയാസിസ് മാള്, പിന്നെ ദുബായ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അജ്മാൻ ടൂറിസമായിട്ട് പോകുന്നുണ്ട്. മോൻ പഠിക്കുന്നത് അജ്മാൻ ഹാബിറ്റേറ്റിലാണ്. അപ്പോൾ അജ്മാനായിട്ട് കൊളാബായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി തന്നെ പോകുന്നത്. ഇതിപ്പോൾ ഇന്നലെ മോന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ മീഡിയ വണ്ണിൻ്റെ പരിപാടി, അതായിട്ട് ഇറങ്ങും ഞങ്ങൾ. എല്ലാവരും ഒറ്റയ്ക്ക് എല്ലാ വീക്കെൻഡും ബിസിയാണ്. വീട്ടിലിരിക്കാൻ പറ്റില്ല. ഒരു എന്റർപ്രണറായിട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. പിന്നെ അവൻ്റെ ഇൻട്രസ്റ്റ് ഇതിലായിരുന്നു കൊണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ചിലപ്പോൾ ഫ്യൂച്ചറിൽ അവന് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം എത്ര വയസ്സായി? 12. ഇത് അനിയനാ? 7 ആയി അവനിക്ക്. ഓക്കെ. അനിയന് ഇവിടെ ഇത് ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യും? എൻ്റെ ഹെൽപ്പൊക്കെ ആക്കി. ഇങ്ങനെ ഈ സോപ്പൊക്കെ കട്ട് ചെയ്യാൻ, ഈ ബാംഗിൾസ് ഒക്കെ ഉണ്ടാക്കാൻ, വീടൊക്കെ ഇടാനൊക്കെ ചിലവരൊക്കെ ഹെൽപ്പ് ആക്കാൻ. ബിസിനസ്സിൽ പാർട്ട്ണറാണോ? എൻ്റെ പാർട്ട്ണറാണ്. എന്നാൽ കൊച്ചിയിൽ നമ്മൾ താമസിക്കുന്നുള്ളത് എറണാകുളം HMT കോളനി അവിടെ ഉള്ളതാണ്. അവിടെയാണ്. ഓക്കെ ഓക്കെ. ഇനി ഈ കമ്പനിക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടോ? ഇത് വലുതാക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ട്. സൂണ് ഞാൻ ഈ സോപ്പ് അല്ലാണ്ട് ഞാനിങ്ങനെ ഷാമ്പു അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പേരൻസ് എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ദീവായിൽ. എന്തായാലും ഈ വലിയ ബിസിനസ്സുകാരനെ ഇനിയും വലിയ ബിസിനസ്സുകാരനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുകിട്ടാം അല്ലേ? ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്.